ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എന്റർടൈൻമെന്റ് കിഴിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കിഴി റിയാക്ഷൻ ആണ്. റീൽസ് ബീക്കന്റെ ഒരു സ്പെഷ്യൽ വീഡിയോ ഉണ്ട്. അത് 2 പാർട്ട് വന്നിട്ടുണ്ടായിരുന്നു. കോളിവുഡ് സൂപ്പർ സ്റ്റാർസ്. ആ 2 പാർട്ട് നമ്മൾ ചെയ്തതാണ്. ഇപ്പോൾ അതിന്റെ 3ാം ഭാഗം വന്നിട്ടുണ്ട്. നമുക്ക് കാണാം. റീൽസ് ബീക്കാൻ കാണാം. ഇതൊരു ആവേശമായിരുന്നു കേട്ടോ, 1ഉം 2ഉം. അപ്പൊ അന്ന് തന്നെ വെയിറ്റ് ചെയ്തിരുന്ന സാധനം തന്നെയാണ്. അതിൽ പലരും ഉണ്ടായിരുന്നില്ല. ഇതിലേക്ക് അതിൽ കാണാം. തമിഴകത്തെ രോമാഞ്ചപ്പെടുത്തിയ വൻ താരങ്ങളെ നമ്മൾ കണ്ടു. പക്ഷെ യഥാർത്ഥ നായകന്മാർ ഇനിയാണ് വരാനിരിക്കുന്നത്. ബോക്സ് ഓഫീസിന്റെ അന്തകന്മാരായി അഭിനയകലയുടെ മൂർത്തിരൂപമായി മാറിയവർ. യെസ്, ദ ലെജൻഡ്സ് ഓഫ് തമിഴ് സിനിമ, കോളിവുഡ് സുപ്രീം സ്റ്റാർസ്. ഏത് രീതിയിലാക്കിയ ഒരുവൻ താൻ അഭിനയിച്ച ആദ്യ സിനിമ നടക്കാതെ പോകുന്നത് കണ്ട് വിഷമിച്ചിരിക്കുകയായിരുന്നു. മാഗസീനുകളും പത്രങ്ങളും മീഡിയകളുമെല്ലാം അയാളെ കണക്കിന് വിമർശിച്ചു. ഒരു ഭാഗ്യം കെട്ട നായകൻ എന്ന് പലരും അയാളെ വിളിച്ചു. താൻ അഭിനയിച്ചുകൊണ്ടിരിക്കെയാണ് ആ സിനിമയുടെ സംവിധായകൻ മരണമടയുന്നത്. ഇൻഡസ്ട്രി മുഴുവൻ അയാളെ ബാഡ് ലക്ക് എന്ന് വിളിച്ചു. പക്ഷെ അവിടെ നിന്നും തമിഴ് സിനിമയെ അമ്പരിപ്പിക്കുന്ന തരത്തിലുള്ള തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. എണ്ണമറ്റ സിനിമകളിൽ നായകനായും പ്രതിനായകനായും അവതരിച്ച അയാൾ തമിഴ് മക്കളുടെ മനസ്സുകളിൽ തന്നെ സ്ഥാനം പിടിച്ചു. പണ്ട് അച്ഛന്റെ കൂടെ റേസിംഗ് കാണാൻ പോയി അതിഷ്ടപ്പെട്ട് റേസർ ആവണമെന്ന ആഗ്രഹവുമായാണ് അയാൾ ആദ്യം ജീവിച്ചത്. പലവട്ടം അയാൾക്ക് ആക്സിഡന്റുകൾ സംഭവിച്ചു. ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ പോലും അയാൾക്ക് കഴിയില്ല എന്ന് ഡോക്ടർമാർ വിലയിരുത്തിയ ആക്സിഡന്റുകൾ. പക്ഷെ അവിടെ നിന്നെല്ലാം സിനിമാ ഇൻഡസ്ട്രിയിലേക്ക് അയാൾ തിരിച്ചു വന്നു. നായകനായി മാസ് കാണിച്ച ഒരു പിടി കഥാപാത്രങ്ങൾ അയാൾക്കുണ്ട്. വിശ്വാസവും ആരംഭവും വീരവുമെല്ലാം തമിഴ്നാടിനെ പിടിച്ചു കുലുക്കിയവയായിരുന്നു. റൊമാൻസ് ചെയ്യാൻ തന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച കണ്ടുകൊണ്ടേൻ, കാതൽ കോട്ടൈ, പൂവെല്ലാം മുൻവാസം തുടങ്ങിയവയെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ അയാളെ വേറെ ലെവലാക്കുന്നത് അയാളിലെ ആ നെഗറ്റീവ് ഷെയ്ഡ് തന്നെയാണ്. മങ്കാത്തയിലെ വിനായക് മഹാദേവിനെയും ദില്ലിയിലെ ഡേവിഡ് ബില്ലയെയും അത്രത്തോളം ടെററായി തന്നെയാണ് നമ്മൾ കണ്ടത്. ഒപ്പം എടുത്തു പറയേണ്ടത് വരലാരെ എന്ന സിനിമ കൂടിയാണ്. 2000-കളിൽ മുൻനിര ആക്ടർമാരും ഒരു ഫെമിനിൻ ക്യാരക്ടർ ചെയ്യാൻ മടിച്ചിരുന്ന കാലത്താണ് അയാൾ സ്ത്രീവേഷവും അണിഞ്ഞ് സ്ക്രീനിൽ പ്രത്യക്ഷപ്പെട്ടത്. സിനിമയ്ക്ക് വേണ്ടി എന്തും ഡെഡിക്കേറ്റ് ചെയ്യാൻ അയാൾ തയ്യാറാണ്. ഒരു സിനിമയിലെ കാർച്ചേസിനിടെ അയാളുടെ കാൽ മടങ്ങി എല്ലു പൊട്ടുന്നു. സീരിയസ് ആയി ഹോസ്പിറ്റലിൽ കിടന്ന അയാൾ അന്ന് ഡയറക്ടറോട് പറഞ്ഞത്, നിങ്ങൾ ടൈം ചാർട്ട് തെറ്റിക്കണ്ട, ഞാൻ നാളെ സെറ്റിൽ ഉണ്ടാകുമെന്നാണ്. സിനിമയ്ക്ക് വേണ്ടി എന്തും ചെയ്യുന്ന ഇയാൾ സ്ക്രീനിന് പുറത്തും തന്റെ ആരാധകരെയും കഷ്ടത അനുഭവിക്കുന്നവരെയും കൈയയച്ച് സഹായിക്കുന്ന ആൾ കൂടിയാണ്. പലതും നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. അതെ, ഒറ്റയ്ക്ക് ഫീൽഡിൽ വന്ന തമിഴകത്തിന്റെ സെൽഫ് മെയ്ഡ് സൂപ്പർ സ്റ്റാർ. തല എന്നൊരു വിളിപ്പേര് പറയേണ്ട താമസത്തിൽ ആർത്ത് വിളിച്ച ജനങ്ങളോട് ഞാനൊന്ന് പറഞ്ഞോട്ടെ എന്ന് നിസ്രിയ പറഞ്ഞ ആ നടൻ തന്നെ. കിങ് ഹി, കിങ് മേക്കർ ഹെ, ദേർ തല, അവർ തല, none other than അജിത് കുമാർ. ഇതിലും ബിൽഡപ്പ് ആയിരുന്നു. അതന്നെ എപ്പോഴും ആ തട്ട് താണു തന്നെ ഇരിക്കുന്നത്. രാജു സൂര്യ அந்த பண்டிங்க கிட்ட போய் சிங்கத்தை பத்தி கேட்டா என்ன தெரியும்? രാജു ഭായ്. ഇനി പറയാൻ പോകുന്നത് തമിഴ് മണ്ണിൽ മാത്രമല്ല ഇന്ത്യ മുഴുവൻ ആരാധകരെ സൃഷ്ടിച്ച ഒരാളെ കുറിച്ചാണ്. അയാൾക്ക് പണ്ടൊക്കെ പൊക്കമില്ലെന്ന് പറഞ്ഞ് എല്ലാവരും കളിയാക്കിയിരുന്നു. ഇനി അഭിനയിക്കുമ്പോൾ അനുഷ്കയ്ക്കപ്പുറത്ത് സ്റ്റൂളിട്ട് കൊടുക്കേണ്ടി വരുമെന്നൊക്കെ ചില TV ഷോകളിൽ കേട്ടിരുന്നു. ഇവൻ എവിടെയും എത്തില്ല എന്നുള്ള രീതിയിലുള്ള കമന്റുകളും. പക്ഷെ അവിടെ നിന്നും തമിഴകം കണ്ടത് ഒരു പോരാളിയുടെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. എതിരെ പറഞ്ഞവർക്കും പുച്ഛിച്ചു തള്ളിയവർക്കും മുന്നിലൂടെ അയാൾ സിനിമാ ഇൻഡസ്ട്രി ഒട്ടാകെ വളർന്നു. മികച്ച സിനിമകളുമായി അയാൾ ഇന്ത്യൻ ഇൻഡസ്ട്രിയുടെ മുഴുവൻ ശ്രദ്ധ പിടിച്ചു. അഭിനയത്തിൽ ഇയാളെ വെല്ലുന്ന മറ്റൊരു തമിഴ്നാടൻ ഉണ്ടോ എന്നത് സംശയമാണ്. മാസ് കാണിക്കാൻ തന്നെ കൊണ്ട് പറ്റുമെന്ന് തെളിയിച്ച അഞ്ചാനും സിംഗവും, റൊമാൻസിൽ സൗത്ത് ഇന്ത്യയുടെ മുഴുവൻ വികാരമായി മാറിയ വാരണമായിരവും സിദ്ധിനൊരു കാതലും,
അതിനപ്പുറം വില്ലന്റെ മാനറിസങ്ങൾ കണ്ട വിക്രത്തിലെ റോളക്സും 24-ലെ ആഫ്രയുമെല്ലാം നമ്മൾ എങ്ങനെയാണ് മറക്കുക? എന്നാൽ അഭിനയം എന്ന കലയിൽ അയാളുടെ വ്യാപ്തി എത്രത്തോളമാണെന്ന് അറിയണമെങ്കിൽ മറ്റു ചില സിനിമകൾ കൂടെ കണ്ടാൽ മതി. സൂറൈ പോട്ടർ എന്ന സിനിമയിലെ നെടുമാരൻ രാജാങ്കം നഷ്ടസ്വപ്നങ്ങളെ ഓർത്ത് ചില്ലിലൂടെ നോക്കുന്ന ദൃശ്യം നിങ്ങൾ കണ്ടിട്ടുള്ളതല്ലേ? ഒപ്പം നന്ദയിലെ വിഷം കലർന്ന ചോറ് അമ്മ നൽകുമ്പോഴുള്ള ആ എക്സ്പ്രഷനും, പിന്നെ നമ്മളെ അമ്പരപ്പിച്ച ഏഴാം അറിവിലെ ബോധിധർമ്മൻ, ആയുധ എഴുത്തിലെ മൈക്കിൾ വസന്ത്, ആ ലിസ്റ്റ് ഇനിയും നീളും. അതെ, അയാളിലെ അഭിനേതാവിനെ നിങ്ങൾ ഒരു വട്ടം പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾക്ക് അയാളുടെ ആരാധകനാകാതെ പറ്റില്ല. അഭിനയത്തിന്റെ മൂർത്തി രൂപമായ അയാളെ നടുപ്പിൻ നായകൻ എന്ന പേര് ചൊല്ലി ഇൻഡസ്ട്രിയും ആരാധകരും ഒരുപോലെ വിളിക്കുന്നു. യെസ്, നമ്മുടെ റോളക്സ്, നമ്മുടെ ബോധിധർമ്മൻ, നമ്മുടെ ചന്ദ്രു, മാസ്റ്റർ ഓഫ് ആക്ടിംഗ്, മാസ്റ്റർ ഓഫ് വെർസാറ്റിലിറ്റി, വൺ ആൻഡ് ഓൺലി സൂര്യ ശിവകുമാർ. സൂര്യ நீ மட்டும் சரியான வீரனா இருந்தா அந்த மோமுடைய கட்டி மூஞ்சிய காண்டு பாரு. தன்னங்கிற பேர்ல இந்த உலகத்தை நீ ஏமாத்தலாம். அது எனக்கு தெரியும். நீ உலகம் உள்ளே கடவுள் விளங்க முடியாத. അടുത്തത് ആരാണെന്ന് പറയുമ്പോൾ പോലും ഞങ്ങൾക്ക് രോമാഞ്ചമാണ്. കുട്ടിക്കാലം മുതൽക്കേ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ അയാൾ ഇന്ന് ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിലെ തന്നെ ഏറ്റവും മികച്ച അഭിനേതാവാണ്. ഒരു കാലഘട്ടത്തിൽ അയാളുടെ സിനിമകളെല്ലാം കണക്കിന് പൊട്ടിയിരുന്നു. ബോക്സ് ഓഫീസിൽ പരാജയമായിരുന്ന പല സിനിമകളും അയാളുടെ പ്രൊഡക്ഷൻ ഹൗസായ രാജ് കമൽ മൂവീസിന്റെ അവസാനത്തിന് കാരണമാകുമെന്ന് പലരും വിലയിരുത്തി. പക്ഷെ ഏജന്റ് വിക്രമായി വന്ന ലോക്കിയുടെ സിനിമ എല്ലാം മാറ്റിമറിച്ചു. അയാൾ വീണ്ടും ഇൻഡസ്ട്രിയൽ ബോക്സ് ഓഫീസിലേക്ക് ശക്തമായി തിരിച്ചു വന്നു. ഇനി ശങ്കറിന്റെ ഇന്ത്യൻ 2 പോലെയുള്ള വൻ സിനിമകളും വരാനിരിക്കുന്നു. അയാളിലെ അഭിനേതാവിനെ പറ്റി കൂടുതലൊന്നും പറഞ്ഞു തരാൻ ആവശ്യമില്ല, എല്ലാവർക്കും അറിയുന്നതാണിത്. അഭിനയകലയെ എല്ലാ രീതിയിലും യൂസ് ചെയ്തുകൊണ്ട് അയാൾ എന്ന സിനിമയുടെ തന്നെ മുഖപാത്രമായി മാറിക്കഴിഞ്ഞിരുന്നു. ഗോഡ് ഫാദർ അഡാപ്റ്റേഷനായി വന്ന ഇന്ത്യൻ സിനിമയെ മുഴുവൻ ഞെട്ടിച്ച മണിരത്നത്തിന്റെ നായകൻ ഇന്ത്യക്ക് പുതിയ വഴിയാണ് വെട്ടിക്കൊടുത്തത്. അൻവേ ശിവം എന്ന ഓൾ ടൈം ക്ലാസിക്കിലെ നല്ല ശിവം എന്ന ആ ക്യാരക്ടറൊക്കെ ഇന്നും ഏവരുടെയും ഫേവറേറ്റ് ആണ്. ലിസ്റ്റ് ഇനിയും എടുത്താൽ ഗുണയും ആളവന്താനും ഹേറാമും വിരുമാണ്ടിയും വിശ്വരൂപവും പോലെ ഒരുപാട് സിനിമകൾ ഇനിയുമുണ്ട്. അയാൾ സിനിമാഭിനയത്തിനു വേണ്ടി എന്തും ചെയ്യുമെന്ന് തെളിയിക്കാൻ 10 വേഷങ്ങളിൽ അയാൾ പൂണ്ടു വിളയാടിയ ദശാവതാരം തന്നെ ധാരാളമാണ്. അഭിനയത്തിൽ മാത്രമല്ല, സിനിമാ നിർമ്മാണത്തിന്റെ ഏറെക്കുറെ എല്ലാ മേഖലയിലും അയാൾ മികച്ചത് തന്നെയായിരുന്നു. ടെറന്റീനോയുടെ കിൽ ബിൽ പോലെയുള്ള ഹോളിവുഡ് ഓൾ ടൈം ബെസ്റ്റിൽ ഇൻട്രോ ആയി യൂസ് ചെയ്ത ആനിമേഷനുകൾ ആളവന്താൻ എന്ന സിനിമയിൽ നിന്നും ഇൻസ്പയർ ആയതാണെന്ന് ടെറന്റീനോ തന്നെ പറയുന്നുണ്ട്. അയാളിലെ ഡയറക്ടറുടെ ഡീറ്റെയിലിംഗ് ലോകം തന്നെ പ്രശംസിച്ചിട്ടുള്ളതാണ്. കമ്മ്യൂണിസവും ടെററിസവും പാർഷ്യാലിറ്റിയും ഒക്കെ അയാളുടെ സിനിമകളിൽ കൃത്യമായി വരച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഏതൊരു സിനിമാ സങ്കേതവും ആദ്യം യൂസ് ചെയ്ത് സിനിമയ്ക്ക് ഫെമിലിയർ ആക്കിയതും അയാൾ തന്നെയാണ്. തമിഴിലെ ഫസ്റ്റ് ഡിജിറ്റലി എഡിറ്റഡ് സിനിമ, ഫസ്റ്റ് ഡോൾബി സിനിമ, ആദ്യമായി പ്രോസ്തറ്റിക് മേക്കപ്പ് യൂസ് ചെയ്ത സിനിമ, മോഷൻ കൺട്രോൾ യൂസ് ചെയ്ത ആദ്യ സിനിമ, ഒരു റിയൽ ടൈം സിനിമയിൽ ആനിമേഷൻ യൂസ് ചെയ്ത ആദ്യ സിനിമ, ലിസ്റ്റ് ഇനിയും നീളും. ഇതിൽ മനസ്സിലാക്കേണ്ട മറ്റൊന്നുണ്ട്, ഇതിൽ ഏറെക്കുറെ എല്ലാതും ഇന്ത്യൻ സിനിമയിൽ പോലും ആദ്യമായിരുന്നു. അതെ, തമിഴ് സിനിമയുടെ, സൗത്ത് ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ സിനിമയുടെ ഒരേയൊരു അഹങ്കാരം. അയാളുടെ പാട്ടിലെ വരികൾ തന്നെ അയാളെ വർണ്ണിക്കാൻ ധാരാളം. ഉലകമെങ്കിലും ഉന്നേ മിഞ്ചിട യാര്, ഉന്നേ പെട്ര പെരുമൈ കൊള്ളുന്ന നാട്. അതെ, ഉലകനായകൻ എന്ന പേരിട്ട് ഇന്ത്യൻ സമൂഹം ഒന്നാകെ വിളിക്കുന്ന ഇന്ത്യൻ സിനിമയുടെ, ഇന്ത്യൻ കലാരംഗത്തിന്റെ കുലപതി, the greatest of all time, once in a lifetime wonder, കമൽ ഹാസൻ. ഒരു രക്ഷയില്ലാത്ത ആരംഭിക്കലാമോ? അടുത്തത് സമയം போனா கார் வர சத்தம் கேக்குது. ஜெயிலர் வந்துட்டாரு நினைக்கிறேன். സിംഗ് യാർക്കാകെ രജനി. ഞാൻ പെട്ടെന്ന് പണ്ട് ഒന്നിനും കൊള്ളാത്തവൻ, കുള്ളൻ, കറുത്തവൻ എന്നെല്ലാം പറഞ്ഞുകൊണ്ട് സമൂഹം ഒറ്റയ്ക്കാക്കിയ ഒരു മനുഷ്യനുണ്ടായിരുന്നു. കറുത്തതാണ് എന്ന കാരണം പറഞ്ഞുകൊണ്ട് ഒരു സ്റ്റുഡിയോ സെറ്റിൽ നിന്നും അയാളെ പുറത്താക്കിയിരുന്നു. പക്ഷെ ആ ഇൻസൾട്ടുകളെ ഇൻവെസ്റ്റ്മെന്റ് ആക്കിക്കൊണ്ട് അയാൾ തിരിച്ചു വന്നു. അന്ന് തന്നെ പടിയിറക്കി വിട്ട ആ സ്റ്റുഡിയോ സെറ്റ് വിലയ്ക്ക് വാങ്ങിക്കൊണ്ട് ഒരു 555 സിഗരറ്റ് ചുണ്ടിൽ ചവച്ച് ഒരു നൃത്തമുണ്ട്.
സിനിമ ഫ്രെയിം പോലും തോറ്റുപോകും അതിന്റെ മുൻപിൽ. ആർക്കും വേണ്ടാത്തവൻ ഇന്ന് എല്ലാവരുടെയും മുന്നിൽ രാജാവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അയാൾ ഇന്നും കുറച്ചിട്ടാണ്. ഇന്നും അയാൾക്ക് വലിയ ഉയരമൊന്നുമില്ല. പക്ഷെ അയാൾക്കൊന്നുണ്ട്, പലരും ഭേദിക്കാൻ കഷ്ടപ്പെട്ട, പലർക്കും ഭേദിക്കാൻ കഴിയാത്ത ഇന്ത്യൻ സിനിമയുടെ ചരിത്രം പറയുന്ന ആ ബോക്സ് ഓഫീസ് റെക്കോർഡുകൾ. ജനം അയാളുടെ പേര് കേട്ടാൽ ഇന്ന് തിയേറ്ററുകളിലേക്ക് പാഞ്ഞെടുക്കും. വിമർശകർ പോലും അയാളുടെ ആരാധകരായി മാറും. കൊമേഴ്ഷ്യൽ സിനിമകൾ തന്റെ കുത്തകയാക്കി അയാൾ എന്നെ മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. ഒരിക്കൽ അയാളുടെ പേരിനപ്പുറം മറ്റൊന്നും തമിഴ് ബോക്സ് ഓഫീസിന് പറയാനുണ്ടായിരുന്നില്ല. മുത്തു, പടയപ്പ, ഭാഷ തുടങ്ങിയ ബോക്സ് ഓഫീസിന് തീയിട്ട ചിത്രങ്ങൾ അയാളുടെ സൂപ്പർ സ്റ്റാർഡം എന്താണെന്ന് കാണിച്ചു തന്നു. ഒരു മാസ് ആക്ഷൻ ഹീറോയായി അയാൾ അവരോധിക്കപ്പെടുകയായിരുന്നു. ഇന്നും അത് അയാൾ തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സ്റ്റൈലിഷ് നടത്തങ്ങളും മാസ് സ്മോക്കിംഗ് സീനുകളും ആരാധകർ ഒരു 100 ആവർത്തി പറഞ്ഞ അസ്റ്റോണിഷിംഗ് ഡയലോഗുകളും അതെല്ലാം ഉറപ്പിക്കുന്നവ തന്നെയാണ്. അന്നത്തെ മാസ് ഹീറോ പരിവേഷത്തിനപ്പുറം ഇന്നും അയാൾ അത് തുടരുകയാണ്. ജയിലർ സിനിമയിലെ മുത്തുവേൽ പാണ്ഡ്യൻ തന്നെ അതിനുദാഹരണം. അയാളോളം സ്റ്റൈലിഷും മാസുമായി മറ്റൊരാൾക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ലായിരുന്നു. എന്നാൽ വെറും മാസും ആക്ഷനും ചേർന്നത് മാത്രമല്ല അയാൾ. ദളപതിയിലെ സൂര്യ എന്ന ക്യാരക്ടർ ഇന്നും നിങ്ങളുടെ മനസ്സിൽ കാണുമല്ലോ. കൂടാതെ ഇന്ത്യൻ സിനിമയുടെ തന്നെ അത്ഭുതമായി മാറിയ എന്തിന്, ഒപ്പം ഇന്നും ആരാധകർ തിരഞ്ഞുപിടിച്ചു കാണുന്ന ഒട്ടേറെ മറ്റു സിനിമകളും. അന്ന് അണ്ണാമലൈ സിനിമയുടെ 8mm സ്ക്രീനിൽ തെളിഞ്ഞ വെളിച്ചത്തിൽ വന്ന ആ ടൈറ്റിൽ കാർഡ് ഇന്നും ജീവനോടെ തന്നെയുണ്ട്. ടെക്നോളജി എത്ര പുരോഗമിച്ചാലും എത്രയേറെ മാറ്റങ്ങൾ സിനിമയിൽ വന്നാലും ആ പഴയ റെട്രോ ടൈറ്റിലിന്റെ ആരാധന ഒരിക്കലും ആയില്ല. അതെ, തമിഴ് ബോക്സ് ഓഫീസിന്റെ സകലകാല രാജാവ്, ദ എവർ, ദ സ്വാഗസ്റ്റ് എവർ, ഗൂസ്പം റഷിംഗ് കിങ് ഓഫ് കോളിവുഡ്, സിംഗിളാതാ വന്ന നമ്മ ഹീറോ, ദ ഗ്രേറ്റസ്റ്റ് സൂപ്പർ സ്റ്റാർ രജനീകാന്ത്. അതിനപ്പുറത്തേക്ക് ഇതൊന്നും ഇല്ല. മാക്സിമം കൊടുക്കേണ്ടത് ടൈഗർ കാ ഹുക്കും. ഇനി ഒരു വരവുണ്ട്, ഇനി ഒരു മുതല് വരുന്നുണ്ട്. അലക്സ് വന്നിട്ടോ അതന്നെ മറുവാതെ இந்த வாட்டி மிஸ் ஆகாதுல்ல? മിസ്സേ ആവാതെ ഏതാ സാധന ഡയലോഗ്. ഇനി വരാനുള്ളത് ഒരേ ഒരാൾ മാത്രം. ഇന്ന് തമിഴ് സിനിമ ലോകത്തിനു മുന്നിൽ അറിയപ്പെടുന്നത് പോലും അയാൾ കാരണമാണ്. പണ്ട് അത്രയേറെ വിമർശനങ്ങൾ അയാൾ നേരിട്ടിരുന്നു. വലിയ ബോഡിയൊന്നുമില്ലാത്ത അയാളുടെ മാസ് രംഗങ്ങൾ എല്ലായിടത്തും ട്രോൾ ചെയ്യപ്പെട്ടിരുന്നു. പക്ഷെ അവിടെ നിന്നും നമ്മൾ കണ്ടത് ഒരു ചരിത്രമാണ്. ഒന്നിനും കൊള്ളാത്തവൻ ഒരു ഇൻഡസ്ട്രിയുടെ തന്നെ തലവര മാറ്റിയ ചരിത്രം. ട്രോൾ മാത്രം ചെയ്ത തമിഴ് മക്കളുടെ തന്നെ രാജാവായി മാറിയ ഒരു ഇതിഹാസത്തിന്റെ ചരിത്രം. ബോക്സ് ഓഫീസിന് എന്നും പേടി സ്വപ്നമായ ഒരു തമിഴ് കിങ് മേക്കറുടെ ചരിത്രം. ഒരു റൊമാൻറ്റിക് ഹീറോ ആയിട്ടായിരുന്നു അയാളുടെ തുടക്കം. ഖുഷി, തുള്ളാതെ മനവും തുള്ളും തുടങ്ങിയ ചിത്രങ്ങളിലൂടെ അയാൾ യുവാക്കളുടെ മനസ്സ് കീഴടക്കി. പിന്നീടും അയാൾക്കൊരു മോശം കാലം വന്നു. വലിയ ഹിറ്റുകൾ ഇല്ലാതിരുന്നൊരു കാലം. പക്ഷെ അതിലും വലിയ വെല്ലുവിളികൾ കടന്നു വന്നവനെ ഇതെല്ലാം എന്ത്? ബോക്സ് ഓഫീസ് പവർ ഇല്ലെന്ന് പറഞ്ഞവൻ പിന്നീട് പലതും ചെയ്തു കാണിച്ചു. ഇന്ന് അയാളോളം മറ്റാർക്കും ഇത്രയേറെ ബോക്സ് ഓഫീസ് പവർ ഇല്ല. മോശം സിനിമകൾ പോലും അയാൾ 100, 200, 300 കോടി ക്ലബിലേക്ക് കയറ്റി. കത്തി, തെരി, മെർസൽ തുടങ്ങിയ സിനിമകളിലൂടെ അയാൾ തമിഴ് ബോക്സ് ഓഫീസിന്റെ കുലപതിയായി മാറി. പിന്നീട് ഒരു തിരിഞ്ഞുനോട്ടത്തിന്റെ ആവശ്യമുണ്ടായിരുന്നില്ല. അയാളുടെ പേരിൽ തന്നെ ഒരു ഗത്തുണ്ടായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രേക്ഷകർ ഇത്രത്തോളം ആരാധിക്കുന്ന മറ്റൊരു മാസ് ഹീറോ ഇല്ല. അയാളുടെ സിനിമകൾക്ക് എന്തിനു പറയുന്നു, ട്രെയിലർ റിലീസിന് പോലും നിറഞ്ഞു കവിയുന്ന തിയേറ്ററുകൾ തന്നെ അത് നിങ്ങൾക്ക് കാണിച്ചു തരും. അയാളുടെ സ്ക്രീൻ പ്രസൻസ് തന്നെയാണ് അയാളുടെ ഏറ്റവും വലിയ പോസിറ്റീവ്. അയാളെ തന്നെ കണ്ടിരിക്കാൻ നമുക്ക് തോന്നിപ്പോകും. ഒപ്പം തിയേറ്ററുകൾക്ക് തീയിടുന്ന ഡയലോഗ് ഡെലിവറിയും എക്സ്ക്യൂസീവ് ഫൈറ്റ് സീക്വലുകളും, അതിനൊപ്പം തന്നെ അത്രത്തോളം മെയ്വഴക്കത്തോടെ അയാൾ ഹാൻഡിൽ ചെയ്യുന്ന ഡാൻസ് രംഗങ്ങളും ചേരുമ്പോൾ തിയേറ്റർ പൂരപ്പറമ്പാകാൻ മറ്റൊന്നും വേണ്ട. ഇപ്പോഴും അഭിനയിക്കാൻ അറിയില്ല എന്ന് വിളിക്കുന്നവർ പണ്ടത്തെ സച്ചിനും ഷാജഹാനും ഞങ്ങൾ പറഞ്ഞ ഖുഷിയും ഒക്കെ ഒന്ന് കണ്ടാൽ മതി. കേവലം രക്ഷകൻ റോളുകൾ മാത്രമല്ല അയാളെന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. ഇമോഷണൽ രംഗങ്ങൾ തന്മയത്തോടെ കൈകാര്യം ചെയ്യാൻ സാധിക്കുമെന്ന് കാണിച്ചു തന്ന മാസ്റ്ററും കത്തിയും. റൊമാൻസിൽ അയാൾ മികച്ചത് തന്നെയാണെന്ന് തെളിയിക്കുന്ന ഒട്ടേറെ മറ്റു ചിത്രങ്ങൾ. സിനിമയിൽ മാത്രം ഒതുങ്ങുന്നതല്ല അയാൾ, സമൂഹത്തിനു വേണ്ടിയും അയാൾ എന്നും പോരാടിയിട്ടുണ്ട്.
പെട്രോൾ വിലവർദ്ധനവിനെതിരെ സൈക്കിൾ എടുത്തിറങ്ങിയതും ജല്ലിക്കെട്ട് വിഷയത്തിൽ സാധാരണ യുവാക്കൾക്കൊപ്പം പോരാടാൻ ഇറങ്ങിയതും നിങ്ങൾ കണ്ടു കാണുമല്ലോ. ഇന്ന് അയാൾ സിനിമയിലെ നായകസ്ഥാനം ഉപേക്ഷിക്കാൻ പോവുകയാണ്. അയാൾ ജനങ്ങളുടെ നായകനാകാൻ ഇറങ്ങിയിരിക്കുന്നു. നിങ്ങൾ ആലോചിക്കണം, അത്രയേറെ പീക്കിൽ നിൽക്കുന്ന സമയം. താനൊരു സിനിമയിൽ അഭിനയിച്ചാൽ 200 കോടി ഉറപ്പ് എന്ന് പറയാൻ പറ്റുന്ന സാഹചര്യം. പക്ഷെ അവിടെ നിന്നും അദ്ദേഹം അത് ഉപേക്ഷിച്ച് തന്റെ ജനങ്ങൾക്കൊപ്പം ചേരുന്നു. ഇതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം അയാൾക്ക് വലുത് ഈ സമൂഹം തന്നെയാണെന്ന്. അതെ, തമിഴ് മക്കളുടെ സ്വന്തം പുത്രൻ, മലയാളികളുടെ പോലും വികാരവും അഹങ്കാരവും, സമാനതകളില്ലാത്ത ഇന്ത്യൻ ബോക്സ് ഓഫീസിന്റെ കാവലാൾ, ഇനി ജനങ്ങളുടെയും. പഴയ എതിരികളെ തന്റെ രസികർ പടയിലേക്ക് എന്നും ചേർത്തുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സ്വന്തം ദളപതി. നോട്ട് ദ സൂപ്പർ സ്റ്റാർ ബട്ട് ദ സുപ്രീം സ്റ്റാർ, ഐക്കൺ ഓഫ് ഇന്ത്യൻ സിനിമ, ഇമോഷൻ ഓഫ് ക്രോർസ്, ദ സ്റ്റൈലിഷ് എവർ, ദളപതി വിജയ്. പക്ഷെ ആള് വിട്ടുപോകുന്നുള്ള ആ ഒരു ഭാഗം വന്നപ്പോ നമ്മളൊന്ന് ഇരുന്നു. Bloody sweet. Rest in peace. ഓ അളിയാ, ജനങ്ങൾക്ക് വേണ്ടിയല്ലേ. പിന്നെ അത് ആളുടെ വലിയൊരു ആഗ്രഹമായിരിക്കാം. അത് നമുക്ക് ഒരിക്കലും അയ്യോ പോകരുത് എന്ന് പറയാൻ പറ്റുന്ന സാധനമല്ലല്ലോ. അത് ആളുടെ ഉള്ളിലുള്ളത് ആള് ചെയ്യട്ടെ. പിന്നെ വിഷമം സ്വാഭാവികം, നഷ്ടബോധമുണ്ടാവും. അത് നമുക്ക് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഇപ്പൊ ഒരു പരാജയോ വിജയോ എന്തോ ആയിക്കോട്ടെ, അത് വേറൊരു ഭാഗം. സിനിമ റിലീസ് ചെയ്യാൻ പോകുന്നു തിയേറ്ററിൽ. ആ സമയത്ത് കേരളത്തിലെ പോലും തിയേറ്ററുകൾക്ക് ഉണ്ടാകുന്ന ഒരു തീപിടുത്തമുണ്ട്. ആ സാധനം ഒന്നും ഇനി കിട്ടൂലല്ലോ എന്നോർക്കുമ്പോൾ ഒരു സങ്കടമുണ്ട്. ഇപ്പൊ ആളുടെ ഈ ഒരു ആഗ്രഹം വന്നു, അതിനുശേഷം അത് വേറെ രീതിയിൽ അങ്ങനെ ഒരു ആഗ്രഹം വന്നാൽ അടിപൊളി അല്ല. എത്രയോ പേര് അങ്ങനെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സിനിമ അഭിനയിക്കുന്നു, അതിന്റെ കൂടെ തന്നെ രാഷ്ട്രീയവും എല്ലാം അവരുടേതായ രീതിയിൽ കൊണ്ടുപോകുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ ആൾക്ക് അങ്ങനെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടായിരിക്കാം. എന്തായാലും നോക്കാം. അതായത് അങ്ങേരുടെ ഒരു നിലപാടിന് എതിരാണത്. ആള് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് എന്നുള്ളത്. അത് ആ ഒരു പ്രശ്നം ഉള്ളിൽ കിടക്കുന്നത് കൊണ്ട് തന്നെയായിരിക്കാം പ്രശ്നം. എന്തായാലും അതിനു മുൻപ് കാണിച്ചിരിക്കുന്നത് രജനീകാന്തിനെയാണ്. സാക്ഷാൽ ലോകത്തിലെ ഒരേ ഒരു സൂപ്പർ സ്റ്റാർ. അത് വേറെ ഈ ഒരു ടോട്ടൽ വീഡിയോ എടുത്തു കഴിഞ്ഞാൽ അതിൽ രജനീകാന്തിന് കൊടുത്തിരിക്കുന്ന സംഭവങ്ങളാണ് ഇതിൽ ഏറ്റവും ഭീകരം. അതൊരു സത്യം. നമുക്ക് രോമം എണീപ്പിച്ച് വേറെ ലെവലിൽ നൃത്തം ചെയ്യിപ്പിച്ച സാധനം. ശരിക്കും ആൾക്ക് അർഹതപ്പെട്ട ഒരു ഹൈപ്പ് കൊടുക്കാന്ന് പറഞ്ഞല്ലേ, അത് കറക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇനിയിപ്പം വേറെ ആരെയൊക്കെ നമുക്ക് ഇഷ്ടമാണെന്ന് പറഞ്ഞാലും ആളുടെ ആ ഒരു പവർ എന്ന് പറഞ്ഞ സാധനം അത് തന്നെയാണ്. അതായത് ഈ ഒരു ഇപ്പോൾ നമ്മളിപ്പോൾ വിജയിൻ്റെ കാര്യം പറയുമ്പോഴും ആ ഒരു ലെവലിലേക്ക് ആദ്യം കൊണ്ടുവരുന്നത് അത് രജനീകാന്താണ്. തീർച്ചയായിട്ടും അതാണ് അങ്ങേരുടെ പവർ. അതൊരു ഭയങ്കരമായിട്ടുള്ള സാധനം തന്നെ. ഇനി ഇതിൻ്റെയൊക്കെ അപ്പുറം നമ്മൾ പറയുന്നുണ്ട് ഉലക നായകനാണ് കമൽഹാസൻ. അതായത് ഇപ്പോൾ ഇത്രയും ഇപ്പോൾ ലാസ്റ്റിലേക്ക് ഈ ബോക്സ് ഓഫീസ് പവറും പിന്നെ ഇപ്പോഴത്തെ ഒരു നിലവിലെ സാഹചര്യം വെച്ചിട്ടുള്ള ആരാധകരുടെ അളവ് നോക്കിയിട്ടാണ് ലാസ്റ്റിലേക്ക് കൊടുത്തിരിക്കുന്നത്. എന്നാൽ കഴിവിൻ്റെ കാര്യത്തിൽ അങ്ങേരാണ് നമ്പർ 1 കമൽഹാസൻ. അതിന്റെ അപ്പുറത്തേക്ക് എനിക്ക് തോന്നുന്നില്ല മറ്റേ തമിഴ് ഇൻഡസ്ട്രിയിൽ അഭിനയിക്കുന്ന അങ്ങനത്തെ ഒരാൾ ഇപ്പൊ ഉണ്ടെന്ന് തന്നെ തോന്നുന്നില്ല. പണ്ടുണ്ടായിരുന്നിരിക്കാം കേട്ടോ, ശിവാജി ഗണേശൻ, അങ്ങനെ കുറെ ടീമുകളുണ്ട്. അതല്ല ഇപ്പത്തെ ഈ കാലഘട്ടത്തിൽ ആളുടെ അത്രയും ആക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ അഭിനയിക്കുന്ന വേറൊരാളില്ല. അതാണ്. അപ്പോൾ ആൾക്ക് കൊടുത്തിരിക്കുന്നത് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്നുള്ള ഒരു പട്ടം തന്നെയാണ്. തീർച്ചയായിട്ടും. അതെ അതെ. എന്തായാലും വളരെ നന്നായിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി വീഡിയോ കേട്ടോ. എന്തായാലും പിന്നെ സൂര്യ, അജിത്ത് ഇതിനകത്തൊന്നും നമുക്ക് ഒരു കൺഫ്യൂഷൻ ഇല്ല. ഇതിനകത്ത് എന്താണെന്നറിയോ, ഇത് ഫാനിസം എന്ന് പറഞ്ഞ സാധനം മാറ്റി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ആള് കൊടുത്തിരിക്കുന്നത് കറക്റ്റാണ്. ഓരോരുത്തർക്കും ഓരോരുത്തരുടെയും എന്താ പറയുക ബിൽഡപ്പ് കൊടുത്തിരിക്കുന്ന രീതിയും ഒക്കെ അത് അവരവർക്ക് അർഹതപ്പെട്ട രീതിയിലുള്ള സാധനം തന്നെയാണ് കറക്റ്റായിട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ചാപ്റ്റർ 3ലേക്ക് ഇവരെ മാറ്റി വെക്കണമെങ്കിൽ തന്നെ അതായത് ആ ഇൻഡസ്ട്രിയിലെ ഏറ്റവും വലിയ ആൾക്കാരാണ് ആ പേരുകളാണല്ലോ അതിലേക്ക് ചേർത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ അതാണ് അത്രേ ഉള്ളൂ. അത് തന്നെ ഒരു വലിയ കാര്യമാണ്. എന്തായാലും വളരെ മികച്ചൊരു വീഡിയോ ആണ്. അടിപൊളി വീഡിയോ കേട്ടോ. സന്തോഷം കിട്ടി.
അപ്പോൾ എന്തായാലും സമയം പോയത് തന്നെ അറിഞ്ഞിട്ടില്ല, അത് വേറൊരു സത്യം. എന്താണെങ്കിലും കാണാത്തവരൊക്കെ അവരുടെ ചാനലിൽ പോയിട്ട് കാണാം. ഞങ്ങൾ എന്തായാലും പോവാണ്. മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ കാണാം. ബൈ. അപ്പോൾ ലിങ്ക് ഇതിൻ്റെ താഴെ കൊടുക്കുന്നില്ല. ലിങ്കിൽ കയറിയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ റീച്ച് അവർക്ക് കുറവായിരിക്കും. ഡയറക്റ്റ് കയറി കാണാം. ഡയറക്റ്റ് കാണുമ്പോൾ ആ ചാനലും റീച്ച് ആവും, വീഡിയോ റീച്ച് ആവും.